ഗുഡ് മോർണിംഗ്, രജിത ബാലു ആണേ. ഓർക്കിഡ് ലവേഴ്സ് അവരുടെ ഓർക്കിഡ് പ്ലാന്റ്സുകൾക്ക് നേരിടേണ്ടി വന്നേക്കാവുന്ന ചില കേടുപാടുകളെക്കുറിച്ച്, രോഗങ്ങളെക്കുറിച്ച്, മറ്റ് ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊക്കെ മോഹന ഓർക്കിഡ്സിലെ മോഹനേട്ടൻ പറഞ്ഞു തരുന്ന, നിർദ്ദേശിച്ചു തരുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈയിടെയായിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഓരോ കുഞ്ഞു കുഞ്ഞു എപ്പിസോഡുകളിലൂടെ. അപ്പോഴേ അതുപോലെയുള്ള ഒരു കുഞ്ഞു എപ്പിസോഡ് തന്നെയാണ് കേട്ടോ ഇപ്രാവശ്യവും. വീഡിയോ കണ്ടാലും. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് ഈ പറഞ്ഞു വരുന്നത്. അതായത് വേര് ഉണങ്ങുന്നതും വേര് ചീയുന്നതും വേര് ദ്രവിക്കുന്നതുമായ വിഷയത്തെ പറ്റിയാണ് പറഞ്ഞു വന്നത്. അതിൻ്റെ പ്രതിവിധികളാണ്. വേര് ഉണങ്ങുന്ന കുമിൾ രോഗമാണ്. വേര് ചെയ്യാനുള്ള കാരണമായ കുമിൾ രോഗമാണ് വെള്ളക്കൂട്ടിലാണെന്നും പറഞ്ഞു. പിന്നെ വേര് ദ്രവിക്കുന്നത് അത് റെഡ് സ്പെക്ടറിലാണെന്നും പറഞ്ഞു. അതിന് കൊടുക്കാനുള്ള മരുന്ന് പറഞ്ഞത് വേരുണങ്ങുന്ന ഡൈഫ്രോണോൺസാണ്. അത് സ്കോർ അല്ലെങ്കിൽ അമിസ്റ്റാർ ഒരു എമ്മിന് എടുത്ത് കൊടുക്കേണ്ട വിധം പറഞ്ഞു. അതുപോലെ തന്നെ സാഫ് ചീച്ചിൽ വന്നെടുത്ത് സാഫിൽ വാഷ് ചെയ്യാനും പറഞ്ഞു. പിന്നെ പറഞ്ഞത് ദ്രവിക്കലാണ് റെഡ് സ്പൈഡർ വന്നിട്ട് ചെയ്യേണ്ട കാര്യം. റെഡ് സ്പൈഡർ കൊടുക്കാൻ പറഞ്ഞത് ടക്കാള് അല്ലെങ്കിൽ ഇമിഡാൻ അല്ലെങ്കിൽ മേജിക് ഒരു എമ്മിന് 1 ലിറ്റർ വെള്ളത്തിൽ കൊടുക്കാൻ പറഞ്ഞത്. ബാക്കി പറഞ്ഞു വരേണ്ടത് വാന്തയാണ്. വാന്ത ധാരാളം വാന്തകൾ വേറെ ഇറങ്ങുമ്പോൾ വാന്തയ്ക്ക് ഈ രോഗം ബാധിക്കുന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. വാന്തയ്ക്ക് എനിക്ക് യാതൊരു കേടില്ല, പൂവ് വരുന്നുണ്ട്, ഞാൻ നിൽക്കുന്നു. അപ്പൊ നമ്മളെ വേരിലേക്ക് ശ്രദ്ധിക്കില്ല. പക്ഷെ ഉണ്ട്, ആ വേരിനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാത്തത്. അത് ആ ഭാഗത്ത് തന്നെ വേരിലേക്ക് നോക്കുമ്പോൾ വേരിന് ഉണക്കം ശരിക്കും കാണുന്നു. വേരിന് ഉണക്കം ബാധിച്ചിട്ട് വളരെ കുറച്ച് വേരാണ് നല്ല ജീവനുള്ള അവിടെ ഉണ്ടാവുള്ള മേൽഭാഗത്ത് കാണാം. അപ്പൊ നമ്മൾ അതിനെ മുറിച്ച് കളയുന്ന വേണം. ആയ ഉണങ്ങിയ വേരുകളെ മുറിച്ച് കളഞ്ഞിട്ട് നല്ല വേരുകള് 2-3 ഒക്കെ തന്നെ കാണുള്ളൂ ഈ രോഗം ബാധിച്ചിട്ടുണ്ടെങ്കിൽ. അത് നിർത്താം. അവരെ ആ മുട്ടിന്റെ വേരിന്റെ അടിയിലെ പച്ച മുട്ട് കാണും. അതാണ് നല്ല ജീവനുള്ള വേര്. അതിന് നിർത്തിയിട്ട് നമ്മൾ മറ്റുള്ള മുറിച്ച് കളയാം. മുറിച്ച് കളഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള മരുന്ന് ഏതാണ്? സ്കോർ ആണെങ്കിൽ അത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ അമിസ്റ്റാർ ഉപയോഗിക്കുക. അമിസ്റ്റാറാണ് കുറച്ച് നല്ലത്. കാരണം അമിസ്റ്റാറാണെങ്കിൽ 2 രോഗം മാറും. ഈ ഉണക്കരോഗം മാത്രമല്ല, ഈ വാന്തയ്ക്ക് ഇല വെച്ച് കഴിഞ്ഞ് രോഗം വരും. അതിന് ഈ അമിസ്റ്റാർ ടോപ്പ് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ വാന്തയ്ക്ക് വരുന്നത് കൂമ്പുചീച്ചലാണ്. കൂമ്പുചീച്ചലിനെ പറ്റി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കൂമ്പുചീച്ചലിന് വീഡിയോയിൽ പോയിട്ട് കൊടുക്കേണ്ട കാര്യം പറഞ്ഞു. കൂമ്പുചീച്ചലാണ് എങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പ്രയാസമാണ്. പക്ഷെ എന്നെപ്പോലുള്ള ആൾക്കാർക്ക് തിരിച്ചറിയാം. കാരണം കൂമ്പിന്റെ അവിടെ ഒരു കറുത്ത പാട് കാണാം. കറുത്ത നിറം വരുന്നൊരു കൂമ്പിലേക്ക് കറുത്ത നിറം വന്നിട്ടുണ്ടെങ്കിൽ കൂമ്പ് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കേണ്ടതാണ്. അത് കൂമ്പ് ചീഞ്ഞ് പോകും. അപ്പൊ അത് അപ്പോഴേക്കും കൂമ്പ് ചീച്ചൽ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ മരുന്ന് കൊടുത്താൽ ചീച്ചല് കീഴ്പ്പെട്ട് അറിയില്ല, അത് അവിടെ വെക്കും. അപ്പൊ 1-2 ഇളപ്പ് തെളിച്ചം പൊട്ടിയിട്ട് വാണ്ട പിന്നെ നന്നായി വരും. വളം കൊടുക്കണ ഇളപ്പുകൾ വലുതായി വരും. അപ്പൊ വാണ്ടയ്ക്ക് ഈ വേര് ഉണങ്ങണ മാതിരി തന്നെയാണ്. വാണ്ടയ്ക്ക് തന്നെ ഈ വേര് മുറിച്ച് കഴിഞ്ഞിട്ട് നമ്മള് അമിസ്റ്റാർ ടോപ്പ് 1 ml അല്ലെങ്കിൽ സ്ക്വയർ ആണെങ്കിൽ 1 ml 1 ലിറ്റർ വെള്ളത്തിലെടുത്തിട്ട് അതിന് സ്പ്രേ ചെയ്തുള്ളൂ. സമൂലം വേരിന് മാത്രമല്ല, വേരെല്ലാം മുറിച്ച് കളഞ്ഞു. പിന്നെ ജീവനുള്ള വേര് മാത്രമാണ് നിർത്തിയിട്ടുള്ളൂ. സമൂലം വേരമണിക്ക് വേരിലേക്ക് തട്ട വിധത്തിൽ സമൂലം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അടുത്ത ആഴ്ച ഒന്നുകൂടി സ്പ്രേ ചെയ്യാം. പിന്നെ ആ ഉണക്കരോഗം അവിടെ നിന്ന് മാറി നിൽക്കും. പിന്നെ ഏതെങ്കിലും സമയത്ത് എപ്പോഴെങ്കിലും നമ്മുടെ കയ്യിൽ വരാൻ സാധ്യതകളൊക്കെ തന്നെയാണ്. പക്ഷെ ഇപ്പൊ താൽക്കാലികമായി പൂർണ്ണമായി മാറി നിൽക്കും. പിന്നെ ഞങ്ങൾ വളങ്ങൾ തൊട്ട് ചെടികളൊക്കെ ഉണ്ടാക്കിയെടുക്കുക. ഇതുപോലെ തന്നെയാണ് മുക്കാരയ്ക്ക് സംഭവിക്കുന്നത്. മുക്കാരയില് മുക്കാര, റെഡാന്തര, ആരാന്തര, വെറൈറ്റി ആന്ത, അങ്ങനെ പല ചെടികളുണ്ട്. ഇതിനൊക്കെ ഈ വേരുകൾക്ക്, അത് വേരുകൾ നീട്ടി പുറത്തേക്കിട്ടുള്ള എല്ലാ ചെടികൾക്കും ഈ ഉണക്കരോഗം വരുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് നമ്മൾ കാണുന്നില്ല. ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ആ വേരുകൾ മുറിച്ച് തന്നെ കളയണം. ആ ഉണങ്ങിയ വേരുകൾ മുറിച്ച് കളയുക. മരുന്നൊക്കെ തന്നെ ഇതേ വാണ്ടിക്ക് കൊടുത്ത് അതേ മരുന്ന് തന്നെ അതും പ്രയോഗിക്കുക. പിന്നെ ഇപ്പൊ വാണ്ടമേലായാലും മുക്കാരമേലായാലും ഈ ബ്ലാക്ക് ഫംഗസ് വരാൻ സാധ്യതയുണ്ട്.
അതായത് കറുത്ത ഒരു തൊങ്ങ് വേരിന്റെ അത് വരുന്നുണ്ടായിട്ട് വേരിന്റെ കളറിന് മാറാൻ തുടങ്ങും. വേരിന്റെ കളർ മാറിയിട്ട് ഒരു തേന്റെ കളർ പോലെ വേര് ആയി കാണുക. പിന്നെ അത് അതിന്റെ രോഗം തുടക്കം. ആ സമയത്ത് നമ്മൾ ടോപ്പ് മാസ്റ്റർ എന്ന് പറഞ്ഞ ഒരു മരുന്ന് മേടിച്ചിട്ട് കൊടുത്താൽ ആ രോഗം മാറാവുന്നതാണ്. ടോപ്പ് മാസ്റ്റർ 2 ഗ്രാം 1 ലിറ്റർ വെള്ളം അത് കൊടുക്കണമെങ്കിൽ ആ രോഗം അടിച്ചു മാറും. കൊടുത്തില്ല എങ്കിൽ സംഭവിക്കുന്നത് അവിടെ തൊങ്ങി വരും, കറുത്തിട്ട് തൊങ്ങി വരും. തൊങ്ങി വന്നു കഴിഞ്ഞാൽ ആ വേരിനെ നശിപ്പിച്ചു, ആ വേരിന്റെ പുറത്തേക്ക് ദ്രവിപ്പിച്ച് ഉള്ളിലത്തെ ആ നാര് അത് ഉണങ്ങിപ്പോയി കഴിഞ്ഞു. അങ്ങനെ വേരിന്റെ അടിഭാഗം ദ്രവിപ്പിച്ച് കളയും. അങ്ങനെയാണ് ആ രോഗത്തിന്റെ ഇത്. പിന്നെ മേൽവേര് ഉള്ളതുകൊണ്ട് ഒരു വർഷം ജീവിക്കും. അല്ലെങ്കിൽ നമ്മൾ മരുന്ന് കൊടുത്തില്ല, ശ്രദ്ധിച്ചില്ല എങ്കിൽ ഈ രോഗം മേപ്പെട്ട് ബാധിച്ചിട്ട് തണ്ടിന് കൂടുതൽ ബാധിക്കും. തണ്ടിന് ബാധിച്ച ആളുകൾക്ക് ബാധിച്ച് നശിച്ചു പോകാനും സാധ്യതയുണ്ട്. അപ്പൊ ഈ ബ്ലാക്ക് ഫംഗസ് വരേണ്ട സമയമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഉണ്ടെങ്കിൽ ഒന്നുമില്ല മഴയത്തിരിക്കുന്ന ചെടിയാണെങ്കിൽ അവിടുന്ന് മാറ്റി വയ്ക്കുക. അവിടെ ഈ ടോപ്പ് മാസ്റ്റ് കിട്ടിയെങ്കിൽ അത് ഉപയോഗിക്കുക. ആ രോഗം മാറും. ഇതുപോലെ തന്നെയാണ് മറ്റുള്ള ഈ രണാന്തരയായാലും. ഞാൻ പറഞ്ഞു ഈ രോഗം ഏറ്റവും ആദ്യം രണാന്തരയ്ക്ക് ബാധിക്കാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണാന്തരയ്ക്കാണ് ഈ രോഗങ്ങൾ വേഗം ബാധിക്കുന്നത്. അപ്പൊ രണാന്തര, അരാന്തര, മുക്കാര, ടെറേറ്റ് വാൻഡ ഇങ്ങനെയുള്ള ചെടി, വേറെ കുറെ പൂർത്തിപ്പെട്ട ചെടി, എല്ലാ ചെടികൾക്കും ഈ വേര് ഉണങ്ങുന്ന ഈ രോഗം വരുന്നുണ്ട്. കുമിളകൾ ഇതൊക്കെ ഈ മരുന്ന് തന്നെയാണ്. ഡൈഫൻ കോൺസോളാണെങ്കിലും മരുന്ന്. അമിസ്റ്റാർ ടോപ്പ് ഉപയോഗിക്കുന്നവർക്ക് ഈ രോഗം വരാതെ നോക്കാം. കാരണം മാസത്തില് 2 തവണ അമിസ്റ്റാർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ഈ രോഗങ്ങൾ വരില്ല. പക്ഷെ നമ്മൾ അമിസ്റ്റാർ ടോപ്പിനെ പറ്റിയിട്ടോ അമിസ്റ്റാറെ പറ്റി മരുന്നിനെ പറ്റി ഒന്നും അറിയാത്ത നമ്മുടെ വീട്ടിൽ ഓർക്കിഡുകൾ വളരുന്നുണ്ട്. ഇപ്പൊ ആയിട്ട് ചിലര് ഇങ്ങനത്തെ രോഗം ഉണ്ടോ എന്നാണ് ചിന്തിക്കുന്നത്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയാണ് ഈ വീഡിയോ ഇറക്കുന്നത്. അപ്പൊ നിങ്ങള് ഈ അമിസ്റ്റാർ ടോപ്പ് എപ്പോഴും കൈവശം വെക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ഓർക്കിഡ് വളർത്തുന്ന ഒരാൾക്ക് അമിസ്റ്റാർ ടോപ്പ് വളരെ ഗുണം ചെയ്യും. നിങ്ങൾ ഈ അമിസ്റ്റാർ ടോപ്പ് വെച്ചോളൂ. അപ്പൊ പല മരുന്നുകളിലും ഒഴിവാക്കിയിട്ട് അമിസ്റ്റാർ ടോപ്പ് കൊണ്ട് 4-5 രോഗങ്ങൾ മാറുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഈ അമിസ്റ്റാർ ടോപ്പ് കൈവശം വെച്ചോളൂ. ഈ പറഞ്ഞ മരുന്ന് വാണ്ടിക്ക് കൊടുക്കുന്ന മാതിരി മറ്റുള്ള ചെടി ഈ രണാന്തരയായാലും മുക്കാരയായാലും വാൻഡയായാലും അത് പ്രയോഗിക്കുക, രോഗം മാറും. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ഒരു കണ്ടിന്യൂഷൻ വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഇപ്പോൾ ഈ പോസ്റ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓർക്കിഡുകളുടെ വേരുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വേരുണക്കം, വേര് ചീയൽ, വേര് ദ്രവിക്കൽ എന്നീ രോഗങ്ങളും അവരുടെ കാരണം, ലക്ഷണങ്ങൾ, പ്രതിവിധികൾ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടാണ് മോഹനേട്ടൻ ക്ലാസ് എടുത്ത് തന്നത്. ഇനി നമ്മൾ വാൻഡ, മുക്കാറ, രണാന്തര, അരാന്തര തുടങ്ങി ഒരേ വർഗത്തിൽപ്പെട്ട അതായത് വേര് നീട്ടി പുറത്തേക്ക് ഇട്ടിട്ടുള്ള ആ ഒരു കൂട്ടം ഓർക്കിഡുകൾക്കുള്ള ഈ സെയിം രോഗങ്ങൾക്കുള്ള കെയറിങ്ങും അതിൻ്റെ പ്രതിവിധിയും എന്താണെന്നുള്ളതാണ് ഈ എപ്പിസോഡിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണം. വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക. ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓർക്കിഡ് സംബന്ധിച്ചുള്ള എല്ലാ സംശയങ്ങൾക്കും മറുപടി നൽകാൻ മോഹനേട്ടൻ തയ്യാറാണ്. നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായും നമ്മുടെ വീഡിയോകളുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുമല്ലോ. നമുക്കിതുപോലെയുള്ള വീഡിയോകളിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.